അയ്യോ, എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടരുത് മക്കളെ. താൻ മേടിച്ചില്ല അല്ലേ? ഇയാളുടെ തലയിൽ ഇനിയും കുടം കയറ്റിയാലേ ശരിയാവും. അയ്യോ, ഞാൻ മേടിച്ചു. പക്ഷെ ഞാനാണ് മേടിച്ചു തന്നതെന്ന് നിങ്ങൾ ആരോടും പറയരുത് കേട്ടോ. ഞങ്ങൾക്കത് തന്നൂന്ന് താൻ ആരോടും പറയരുത്. ഇല്ല. ഇതാണ് സാധനം. ഇത് വച്ച് ഈ വീട് കത്തിക്കാനെങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് നേരത്തെ പറഞ്ഞേക്കണം. ഞാൻ പുറത്തിറങ്ങി നിന്നോളാം. ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ പഷ്ണിയായി പോകും. അസത്തുക്കള് ആരെ കൊല്ലാൻ പോവുകയാണോ? എന്റെ കർത്താവേ, ലോകനാർക്കാവിലമ്മേ, രക്ഷിക്കണേ. ചുണ്ടരിക്കുട്ടിക്ക് പഠിച്ചണോ? അച്ചുച്ചോ, നമുക്കേ വലുതായിട്ട് ഈ ചേട്ടന്മാരെയും ചേച്ചിമാരെയും കൂടി ഇരുന്ന് പഠിക്കാം. സാരമില്ല, കൈ അല്പം പൊള്ളിയിട്ടുണ്ട്. ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, അല്ലെ കണ്ണും മുഖമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി പേടിക്കാനൊന്നുമില്ല. നാളെ ഞാൻ വന്ന് നോക്കാം. താങ്ക് യു. ഓക്കെ. സത്യം പറയണം, ആരാ നിങ്ങൾക്ക് ഈ പടക്കം മേടിച്ചു തന്നത്? പറഞ്ഞില്ലെങ്കിൽ അടിച്ച് പഴുപ്പിക്കും ഞാൻ. അടിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര തല്ലുകൊണ്ടിരിക്കുന്നു, ഒന്ന് കരയ പോലും ഇല്ലല്ലോ ആ സത്തുക്കള്. നീ ഓടി. അഹങ്കാരി. പറടാ, ആരാ പഠിച്ചത്? പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനെയും പുറഞ്ഞാനിന്ന് പൊള്ളിക്കും. ഞാൻ അവിടെ ചട്ടകം പഠിപ്പിക്കാൻ പറ്റും. ഇങ്ങനത്തുണ്ടോ? പറയുന്ന കേട്ടാ മതി. ആ കുഞ്ഞിന്റെ കൈ പൊള്ളിച്ച പോലെ എല്ലാത്തിനും ഞാനിന്ന് പൊള്ളിക്കും. ഇതിനെയൊക്കെ ടെററിസ്റ്റുകളെ പോലെ വേണം കൈകാര്യം ചെയ്യാൻ. ചട്ടയെടുത്തിട്ട് വരാനാ പറഞ്ഞു. പടക്ക എവിടുന്ന് കിട്ടിയെന്നും ആര് കത്തിച്ചു എന്നും പറയുന്ന വരെ നിന്നെയൊക്കെ എവിടെ ഇട്ട് ചുടും. വാങ്ങിച്ചു തന്നവൻ ആരായാലും ശരി, അവന്റെ ശരീരം മുഴുവൻ ഞാൻ പടക്കം ചുറ്റി പൊട്ടിക്കും. സത്യം ഞാൻ എന്നോട് ചോദിച്ചില്ല. മര്യാദ മേടിച്ചു കൊടുത്തത് ഞാനാ. ഞാൻ പറഞ്ഞിട്ടാണ്. അയ്യരങ്ങൾ വെറുതെ കുറ്റം ഏറ്റെടുക്കണ്ട. ഡാഡി ക്ഷമിക്കണം, അബദ്ധം പറ്റിയത് എനിക്കാ. പടക്കം കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അത് മേശമേലിരിക്കുന്ന ഓർക്കാതെ ഒരഗർബത്തി ഞാൻ തന്നെയാണ് കത്തിച്ചു വെച്ചത്. തിരി മറിഞ്ഞ് അതിന്റെ മേൽ വീണത് ഞാൻ ശ്രദ്ധിച്ചില്ല. ചെയ്യുന്ന ദ്രോഹങ്ങളൊന്നും പോരല്ലേ? ആ കുഞ്ഞെങ്ങാനും ചത്തിരുന്നെങ്കിൽ ഞങ്ങൾ കൊന്നാണെന്ന് നീ പറയില്ലായിരുന്നു. അതോ അത് തന്നെയാണോ ഉദ്ദേശം? അതിനെ കൊന്നിട്ട് ആ കുറ്റം ഞങ്ങളെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് മറ്റു വല്ലതും നേടാനാണോ ഈ വരവ്? മേലിൽ ഇവരുടെ മുറിയിലോ ക്ലാസ് റൂമിലോ കയറി പോകരുത്. ചെകുത്താന്മാരെ ഭൂമി ജനിച്ചതായി നിങ്ങൾ. ഈ നശൂലിൽ നിന്ന് നന്നാക്കാൻ നോക്കണ്ട. ഒരു കാലത്തും നന്നാവില്ല. കലക്കി. ഇനി ഇതുപോലെ ഒരെണ്ണം അവളുടെ പള്ളക്കൂടെ വെച്ചു കൊടുത്താൽ അവൾ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അത് കഴിയുമ്പോ അങ്കിൾ നിനക്കൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു തരുന്നറിയോ? ഈ ചുവര് മുഴുവൻ 5 സ്റ്റാർ ചോക്ലേറ്റ്, ആ ചുവര് മുഴുവൻ ബലൂൺ, കളിപ്പാട്ടങ്ങൾ കൊണ്ട് ചടപടാന്ന് കാല് തട്ടിട്ട് ഒരുത്തൻ നടക്കാൻ പറ്റില്ല. എന്നാ എല്ലാത്തിന്റെ മോണ നീര് വന്ന പോലെ ഇരിക്കുന്നത്? കരിമ്പൂതം ചീത്ത പറഞ്ഞോ? അങ്ങനെ പോകാൻ പറ. കൂടുതൽ അയാൾ കളിച്ചാലേ
അങ്കിൾ ആ മീശ പറിച്ച് കൈ തരും. എന്നിട്ട് നമ്മൾ ആ മീശ വെച്ചൊരു ചൂലുണ്ടാക്കും. എന്നിട്ട് ആ ചൂല് വെച്ച് നമ്മൾ അവളെ അടിച്ച് പുറത്താക്കും. ഇവന്മാർക്ക് ഇത് എന്ത് പറ്റി?